വന്നിരിക്കുന്നത് മുട്ട വറക്കാനാണ്. മുട്ട വറക്കുന്ന പരിപാടിയോട് വരാം. അതിനാദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ആദ്യം സ്പൂൺ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 മുട്ടയും ഒരു ചെറിയൊരു സവാളയും ഒരു മുളക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പണിലോട്ട് കിടക്കാം. മുട്ട ചെറുതായിട്ട് കൊത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. മൊത്തം മുട്ട പോയി. മൊത്തം മുട്ട പോയി ഗൈസ്, മൊത്തം മുട്ട പോയി. മൊത്തം മുട്ട പൊട്ടിച്ച് കളഞ്ഞ് ഗൈസ്. തറയിലോട്ടാണ് ഇവൻ ഓംപ്ലേറ്റ് അടിക്കണത് ഗൈസ്. അല്ല ഗൈസ്, ക്ലീൻ ചെയ്താണ് കുഴപ്പമില്ല. നമ്മൾ 2 മുട്ടയും കൂടി ചേർത്തുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പിടണ്ടേ ഗൈസിന്? ഉപ്പിടാം. നമുക്ക് ഉപ്പിടാം. ഉപ്പിടുന്നുണ്ട്. നമുക്ക് സവാള ചെയ്യാം ഗൈസ്. സവാളയുടെ തോട് പൊളിച്ചെടുക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് സവാള പൊളിച്ചാൽ നല്ല ചൂടായിട്ട് സവാള നമുക്ക് പൊളിച്ചെടുക്കുന്നത്. മുട്ടയൊക്കെയുള്ള സവാളകൾ നമ്മൾ അരിഞ്ഞോടിക്കണം. നമുക്കിത് കുഞ്ഞുകുഞ്ഞാന്ന് അരിയാം. കണ്ണൊക്കെ എരിയണം ഗൈസ്. കണ്ണ് ചെയ്യണം ഗൈസ്, കണ്ണ്. ആദ്യത്തെ ലെയർ നമ്മൾ രണ്ടാമത്തെ ലെയർ ചെയ്യണം ഗൈസ്. ഒരു ഉള്ളി മൊത്തം എടുത്തുണ്ട്, 2 മുളക് ഇടുന്നുണ്ട്. ഒരു ഉള്ളിയല്ല സവാള. നല്ലതായിട്ട് എരിഞ്ഞെടുത്ത് പുനഃപുനഃപുനാക്കി എരിയണ്ടേ. കണ്ണ് ഉണ്ടായി കരഞ്ഞ് വെള്ളം പോലെ പോയി ഗൈസ്. തറപ്പോന്ന് എടുക്കണ്ട, പോട്ടെ. അത് പാത്രത്തിലോട്ട് ഗൈസ്. മുളക് എടുക്കണേ നമ്മൾ. 2 മുളകുണ്ട്. 2 മുളകൊക്കെ നീ തന്നോളാ. പതുക്കെ കുനുകുനാക്കി നമ്മളെ മുളക് അരിയാനാണ്. കൈ വെച്ച് ഓരോന്നോരോ എടുത്തത്. കത്തി കൊണ്ട് ഓരോ കുനുകുനാക്കിട്ടരിഞ്ഞ ഗൈസ് മുളക് നമ്മൾ എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വരുന്നത് മിക്സിംഗ് ഡ്രോപ്സ് ആണ്. നല്ല മുട്ട, 2 മുട്ട നമ്മൾ സവാള നമുക്ക് അടപ്പ് കത്തിക്കാം. തീ കത്തിച്ചു, ഓയിലെടുത്തു. എല്ലാത്തോട്ടും പറയാൻ വേണ്ടി നമുക്ക് ഇതിനെ ആക്കുന്നത്. എല്ലാം എല്ലാത്തോട്ടും പറയുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് എണ്ണ ചൂടാണ് വരെയും വെയിറ്റ് ചെയ്യാം ഗൈസ്. എണ്ണ ചൂടായിട്ട് കാണാം ഗൈസ്. അപ്പോൾ കാണാം ഗൈസ്. തോന്നാം നമുക്ക്. അപ്പം ഈ മുട്ട ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഗൈസ്. ഗൈസ് മുട്ട അല്ല ചുടു ആ മുട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കാനാണ് ഗൈസ്. നമ്മുടെ മുളകൊക്കെ ഇട്ടിട്ടുള്ള മുട്ട നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ വേവാൻ വെയിറ്റ് ചെയ്യണം ഗൈസ്. അടച്ചു വെക്കാം ഗൈസ്. ഇനി നമുക്ക് ഈ പാത്രമാണ് നമുക്ക് അടച്ചു വെക്കാൻ കിട്ടിയത്. ഗൈസ് നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ മുട്ട. അവിടെ കിടന്ന് വേവാണ്. നമുക്കപ്പോഴത്തേക്കും കയ്യിലിട്ടോ. ഗൈസ് അന്ന് കാണിച്ചില്ലേ ഗൈസ് ഒരു ടാങ്ക്, അതിൽ നമ്മൾ 2 ഓസ്കാറിനെയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. വറുത്ത് വന്നാൽ നോക്കിയാലോ, വെന്ത് വന്നാൽ നോക്കിയാലോ വറുത്തെടുത്തിട്ടുണ്ട്. മുട്ട വറന്ന് വന്നിട്ടില്ല, കണ്ട ഒട്ടും വന്നിട്ടില്ല. അധികം വെന്തില്ലെങ്കിൽ നമ്മുടെ മുട്ട ചിങ്ങിപ്പോവും, ചിക്ക ഓരായിപ്പോവും. അതുകൊണ്ട് നമുക്ക് പണിയാവും. അതുകൊണ്ട് നല്ലോണം വേണം പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ മുട്ട ചിക്കൻ തന്നെയാണ് പറയണത്. വേറെന്തെങ്കിലും പറയണ്ടേ കമന്റ് ബോക്സിൽ പറയണേ. മുട്ട വറന്നാ നോക്കി വരാം, വെന്താ നോക്കി വരാം. നല്ലോണം മുട്ട വന്നിട്ടുണ്ട്. ഈ കയ്യിലല്ല അപ്പോൾ എപ്പോഴും ഞാൻ ഓർക്കാൻ എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ ഈ കയ്യിൽ കിട്ടുള്ളൂ. മറിച്ചിട്ടുണ്ട് ഐസ് മുട്ട. അപ്പൊ നമുക്കിനെ അടച്ചു വെക്കാം. അടച്ചോക്കണ്ട. ഒരു 2 മിനിറ്റ് മതി നമുക്കിനി ഇത് വറുത്തിട്ട് സൈഡിലോട്ടൊക്കെ ആക്കി തുടങ്ങാം. സൈഡിലെ ഭാഗമൊക്കെ വളർന്നിട്ട് സൈഡിലോട്ടൊക്കെ ആക്കി തുടങ്ങാം. ഇനി അപ്പൊ മുട്ട എടുക്കാം ഗൈസ്. ആ മുട്ട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ മുട്ട എടുക്കാനുള്ള പാത്രം എടുക്കാം. നമ്മുടെ നല്ല ഗ്ലാസ് കൊടുക്കാം. നമ്മളിവിടെ ഇത് ഉടച്ചിട്ടുണ്ട് എടുത്തിട്ട് ഇതൊക്കെ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് പാൻ ഓഫ് ചെയ്യാം. ഞാനപ്പ
ഷെഫ് കാട്ടുന്ന പോലത്തെ രീതി കാണിച്ചു തരാം ഗൈസ്. നോക്കാണ് ഗൈസ് ഇവിടെ. ഞാൻ കഴിച്ച് കാണിച്ചു തരാം ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ്. അപ്പൊ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ.